ഞാൻ ചുരുക്കുകയാണ്, വിശദീകരിക്കാൻ സമയം ഇല്ല. റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാം ചൊല്ലി ഒരടി വലത്തോട്ട് മാറി നിന്നാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ബഹുമാനപ്പെട്ടവർക്ക് സലാം ചൊല്ലി, ഒരടി അങ്ങോട്ട് നിന്നാൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് അവർക്ക് സലാം ചൊല്ലി. നമ്മുടെ കിതാബിൽ കാണാം സലാം ചൊല്ലുന്ന ഒരുപാട് വാചകങ്ങൾ. അതൊക്കെ വെച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്നുകൊണ്ട് വളരെ ശബ്ദം താഴ്ത്തി തിക്കും തിരക്കും ഉണ്ടാക്കാതെ അവിടുത്തെ നിയമപാലകന്മാർ പറയുന്നത് അനുസരിച്ച് നമ്മൾ അവിടെ നിന്നുകൊണ്ട് സലാം ഇങ്ങനെ ചൊല്ലുക. റസൂലുള്ളാഹിക്ക് സലാം പറയാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതിനെങ്ങാനും തൗഫീഖുണ്ടായാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പഠിപ്പിച്ചല്ലോ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, എന്നെ ഹയാത്ത് കാലത്ത് സന്ദർശിക്കാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചോ ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. റസൂലുള്ളാഹിന്റെ കൂടെ താമസിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവിടെ പോകാനാണ്. ആ ഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സിയാറത്ത് ചെയ്ത ആളുകൾക്ക് അവിടുത്തെ ശഫാഅത്ത് കിട്ടി. അക്കൂട്ടത്തിൽ നിന്ന് പെടുത്തുമാറാവട്ടെ. മദീനയിലെ 8 ദിവസത്തെ താമസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം. ഉഹദിൽ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഹദ് യുദ്ധം നടന്ന അവിടെ നമുക്ക് പോകണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മസ്ജിദുൽ ഖിബ്ലതൈൻ, റസൂലുള്ള 2 ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളി, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദു തഖ്വ എന്ന് ഖുർആൻ പറഞ്ഞ മസ്ജിദ് ഖുബാ, ഇതൊക്കെ മദീനയിലാണ്. ഇനിയും ഒരുപാട് സന്ദർശന സ്ഥലങ്ങളുണ്ട്. അവസരത്തിനനുസരിച്ച് അവിടെയൊക്കെ പോകണം. അല്ലാഹു അവതാക്കുമാറാവട്ടെ. 8 ദിവസം അവിടെ നിന്നു. 8 ദിവസത്തെ താമസത്തിന് ശേഷം നമ്മൾ മക്കയിലേക്ക് തന്നെ ദുൽഹജ്ജ് 5 നാട്ടിൽ നിന്ന് ചെയ്തതുപോലെ ഹജ്ജിന് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, ഇഹ്റാമിന് മുമ്പ് ശരീരത്തിന് നീക്കേണ്ടതൊക്കെ നീക്കുക. ഉദുഹിയ്യത്ത് നികത്തി ചെയ്തിട്ടില്ലാത്ത ആളുകളെല്ലാം നഖം മുറിച്ചു, താടിയൊക്കെ ഒപ്പിച്ചു, എല്ലാം ശരിയാക്കി ഇഹ്റാമിന് മുമ്പേത്തെ സുന്നത്തായ കുളിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു. മീഖാത്തിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്തിരിക്കുന്ന ആ സ്ഥലം ദുൽഹുലൈഫ, ഇപ്പോൾ അബിയാർ അലി എന്ന സ്ഥലത്ത് വിശാലമായ സൗകര്യമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നാം 2 റക്അത്ത് നിസ്കരിച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ട് ലബ്ബൈക ചൊല്ലുകയാണ്. വാഹനത്തിൽ കയറി എല്ലാവരും അത്ഭുതം അപ്പൊ കാണുകയാണ്. ഇനി മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാത്രമേ വണ്ടിയുള്ളൂ. മെയിൻ റോഡിൽ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഇനി വണ്ടിയില്ല. എല്ലാ വണ്ടികളും മക്കയിലേക്ക്, എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും വെള്ളവസ്ത്രം, എല്ലാവർക്കും അരയുടുപ്പും ഒരു മേൽത്തട്ടവും, എല്ലാവരും ഒരൊറ്റ വസ്ത്രധാരികളായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നു. കഅബത്തിനെ തവാഫ് ചെയ്തു. തവാഫിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഖുദൂമിനെ തവാഫ് ചെയ്തിട്ട് ഹജ്ജിന്റെ ഫറളായ സഅയ് ഇപ്പൊ മുന്ദ്രിച്ച് ചെയ്യാൻ സാധിക്കുമോ? ആ തവാഫിന് ശേഷം ഫറളായ ഒരു സഅയ് ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹജ്ജിന്റെ ഫറളുകൾ കിതാബുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഏറ്റവും പ്രധാനമായി 5 ഫറളുകളാണ് ഹജ്ജിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1, ഇഹ്റാം ചെയ്യുക. ഏറ്റവും പ്രധാനം എന്താണ്? ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് ഒന്നുകൂടി മനസ്സിൽ, ആ നിയ്യത്ത് നമ്മൾ ചെയ്തുകൊണ്ട് തൽബിയത്ത് എഴുതിയിട്ട് ഇങ്ങനെ വരിക. സുബ്ഹാനല്ലാഹ്. ഇനി പ്രധാനപ്പെട്ട ഫറള് ഏതാണ്? അറഫയിൽ നിൽക്കുക. ലോകരക്ഷിതാവായ റഹ്മാൻ ഒരു വർഷത്തിൽ ഹജ്ജിന് വേണ്ടി ആർക്കൊക്കെ തൗഫീഖ് കൊടുത്തോ അവരെ എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട സ്ഥലമാണ് അറഫ മൈതാനി. സുബ്ഹാനല്ലാഹ്. ജനലക്ഷങ്ങൾ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ കൂടെ ലക്ഷക്കണക്കായ മലായികത്ത് ചേർന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹജ്ജിന്റെ ഓരോ ഇബാദത്തുകളും വെച്ചുകൊണ്ട് ആ അൻസാരിയായ സ്വഹാബി ചോദിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ഫഇന്നക ഇദാ ഖറജത ബൈതിക തഉമ്മുൽ ബൈതൽ ഹറാം,
കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ പുറപ്പെട്ടിട്ട് ഓരോ ചവിട്ടടിയും നിന്റെ ദോഷം പൊറുക്കുന്നു, അടുത്ത് വർദ്ധിപ്പിക്കും. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം അതൊരു അടിമയായിട്ട് ചെല്ലുന്നതിന് മറുള്ള നിന്റെ നിന്റെ നടത്തമുണ്ടല്ലോ കഴുക്ക് 70 അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് സമാനമായ പ്രതിഫലമാണ്. അറഫ ദിവസത്തിലേക്കുള്ളതിന്റെ യാത്രയുണ്ടല്ലോ. ഇപ്പൊ മക്കത്തുൽ മുക്കറമയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ മദീനയിൽ നിന്ന് വന്ന് മക്കയിലെത്തി ദുൽഹജ്ജ് 8 രാവിലെ യൗമു തർവിയ ആളുകളൊക്കെ മിനയിലേക്ക് പുറപ്പെടുകയാണ്. മുത്തവീഫ് യാത്രാ സൗകര്യാർത്ഥം ചിലപ്പോൾ തലേ ദിവസം തന്നെ പോകാൻ ആവശ്യപ്പെട്ടു എന്ന് വരും. അതൊക്കെ യാത്രാ സൗകര്യത്തിനനുസരിച്ച് ഏതായാലും ദുൽഹജ്ജ് 8 മിനയിലെത്തി. മിനയിൽ നമ്മൾ അന്ന് താമസിച്ചു. എന്തിനാന്ന് മിനയിൽ പറക്കുന്നത്? നാളെ അറഫയാണ്. മിനയിൽ ഒരു കാഴ്ച വസ്തുക്കളുമില്ല, ഒരു പ്രത്യേകതയുമില്ല. പിന്നെയോ ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മായിൽ കൊച്ചു കുട്ടിയാകുന്ന സമയത്ത് റസൂൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയിരിക്കുന്ന ആ പുണ്യഭൂമിയാണ്. 70 അമ്പിയാക്കൾ സുജൂദ് ചെയ്തു എന്ന് കിതാബുകൾ പഠിപ്പിച്ച മസ്ജിദുൽ ഹൈഫ് നിൽക്കുന്ന സ്ഥലം വല്ലാത്ത അനുഗ്രഹീത ഭൂമി. ഹജ്ജിന്റെ 3-4 ദിവസങ്ങൾ 8, 9, 10, 11, 12, 13 ഈ 4 ദിവസങ്ങളിലോ 5 ദിവസങ്ങളിലോ അല്ലാതെ മറ്റൊരു സമയത്തും അവിടെ ആർക്കും പ്രവേശനമില്ല, ഒരാളും അവിടെ താമസക്കാരില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ പോകുന്നതെന്താ? നാളെ അറഫയാണ്. ഇന്ന് രാത്രി അവിടെ പോയിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പടച്ചവനെ നാളത്തെ അറഫയിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ, അതിങ്ങനെ ഓർത്തുകൊണ്ട് ദുആ ചെയ്തിരിക്കുന്നു. അറഫയിലേക്ക് കടക്കേണ്ടത് ളുഹർ നിസ്കാരത്തോടു കൂടെയാണ്. ളുഹർ നിസ്കാരാനന്തരം അങ്ങോട്ട് എത്തേണ്ടത്. പക്ഷേ ഇപ്പൊ യാത്രാ സൗകര്യത്തിന് വേണ്ടി രാവിലെ മുതൽക്കേ ഒക്കെ പോയി തുടങ്ങും. കണക്കനുസരിച്ചുകൊണ്ട് ളുഹർ ശേഷമാണ് അറഫയിൽ നിൽക്കേണ്ട സമയം. എന്നിട്ടോ അറഫയിൽ എത്തിയിരിക്കുന്ന ആൾ രാവും പകൽ ഒരുമിച്ച് കൂടി കിട്ടുന്നതിന് വേണ്ടി പകൽ സമയത്ത് ഉച്ച സമയത്ത് അവിടെ എത്തിയ ആൾ വൈകുന്നേരവും കൂടി കുറച്ചു സമയം അവിടെ നിൽക്കുക. അതാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ അറഫ ദിവസത്തിൽ വൈകുന്നേരത്തെ നിന്ന് നൃത്തമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്ബിതു ഇലാ സമാഇ ദുനിയ, വന്നാൻ ആകാശത്തേക്ക് അല്ലാഹു തആല പ്രത്യേകമായി വരുന്നു. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ, അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്ത്. ഫയുബാഹി ബികുമുൽ മലായിക, മലക്കുകളോട് അല്ലാഹു തആല അഭിമാനിച്ചുകൊണ്ട് യഖൂലു, അല്ലാഹു പറയുന്നു, ഇബാദി ജാഊനി സഅസം മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ഭാഗത്തു നിന്നും എന്റെ ഈ പരിഭൂയിലേക്ക്, എന്റെ അറഫ മൈതാനിയിലേക്ക് മുടി ചറക്കുത്തിയവരായും അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചവരായും എന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് നിങ്ങൾ വന്നില്ലേ? യർജൂന ജന്നതി, മലായികത്തിനോട് അല്ലാഹു തആല അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, മാതാ മലക്കുകളെ, എന്റെ അടിമകൾ നോക്കൂ, എന്റെ അടിമകൾ എല്ലാവരും എന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് യർജൂന ജന്നതി, സ്വർഗം സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ്, എന്റെ പൊരുത്തത്തിന് വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഞാൻ അവർക്കിതാ പുറത്തു കൊടുക്കുന്നു. ഫലൂക്കാനത്ത് ദുരൂപത്തും, നിങ്ങൾക്കുള്ള ദോഷങ്ങൾക്ക് അതതിറംലി, മണൽത്തരിയുടെ എണ്ണം കണക്കെ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ, മഴത്തുള്ളിയുടെ എണ്ണം കണക്കെ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ, കണ്ടോ കത്തുൽ മത്തുരി ഔകദബദിൽ ബഹരി, സമുദ്രത്തിലെ തിരമാല കണക്കെ ഭൂമിയുടെ മണൽത്തരിയുടെ എണ്ണം അത്രയധികം ദോഷങ്ങൾ ഉണ്ടെങ്കിലും അറഫയിൽ നിങ്ങൾക്ക് ഒഴുകുക, അറഫയിൽ നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളൂ. മഗ്ഫൂറല്ലക്കും, നിങ്ങൾ മുഴുവൻ പാപങ്ങളും പുറത്തു വന്നിരിക്കുന്നു, നിങ്ങൾക്കുള്ള മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു. ഒരിമൻ ശഫഅത്തും ലഹു, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്ത് ദുആ ചെയ്തിട്ടുണ്ടോ അവരുടെ ദോഷങ്ങളും പുറത്തു കൊടുത്തു. നമ്മൾ അറഫയിൽ നിന്നിട്ട് വളർച്ചവരെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, കൂട്ടുകാർക്ക്, മുത്താലിമീങ്ങൾക്ക്, മക്കൾക്ക്, മക്കളെ മക്കൾക്ക് അങ്ങനെ ദുആ ചെയ്തു. ആർക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്തോ അവരുടെ ദോഷവും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് മുസ്ദലിഫയിലേക്കാണ്. അറഫ കഴിഞ്ഞുകൊണ്ട് നേരെ മുസ്ദലിഫയിലെത്തി.
മുസ്ദലിഫയിൽ കുറച്ച് സമയം അവിടെയൊക്കെ ബോർഡുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിഹായത്ത് മുസ്ദലിഫ, ബിദായത്ത് മുസ്ദലിഫ, നിഹായത്ത് അറഫ, ബിദായത്ത് അറഫ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം ഉലമാഇനെ സൗദി ഗവൺമെന്റ് പ്രത്യേകം ഉലമാഇനോട് ഉപദേശം തേടി അതിരുകൾ വെച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ, നടന്നു വരുമ്പോൾ ഒരു 10 ലക്ഷം ആളുകൾ നടന്നു പോകുന്നു, ഒരു 10-20 ലക്ഷം ആളുകൾ ഇങ്ങനെ വാഹനത്തിൽ പോകുന്നു. എല്ലാ വർഷവും 30, 35, 40 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഹജ്ജ് നടക്കുന്നത്. അല്ലാഹു അല്ലാഹ്, ആ മഹാഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സംസാരം ചുരുക്കുന്നു. 1-2 കാര്യങ്ങൾ കൂടി ഹജ്ജുമായി ബന്ധപ്പെട്ട്. മുസ്ദലിഫയിലെത്തി കുറച്ച് സമയം അവിടെ നമ്മൾ രാത്രി താമസിച്ചു. അവിടെ എല്ലാവരും കുറച്ചു നേരം വിശ്രമിക്കുക. എന്താണ് മുസ്ദലിഫയിലുള്ള ആ കിടത്തം നിങ്ങൾ വിചാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഉണങ്ങിയ കൊട്ടം മരുഭൂമി, മറ്റൊന്നും അവിടെ ഇല്ല. ഹാജിമാരൊക്കെ വന്നിട്ട് മുണ്ട് വിരിക്കുക, പായ വിരിക്കുക, തോർത്ത് വിരിക്കുക, എന്താ കയ്യിലുള്ളത്? വിരിച്ചിട്ട് വെറും മണ്ണിൽ എല്ലാവരും കിടക്കുകയാണ്. എല്ലാവരും അവിടെ കടന്നു ഒന്നിങ്ങനെ കണ്ണു ചിമ്മി സുബഹിയോടടുത്ത് എഴുന്നേറ്റു. ദുആ ചെയ്യുക തന്നെ പടച്ച റബ്ബിനോട്. മുസ്ദലിഫയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോഴത്തെ ചുറ്റുപാടിന്റെ തിരക്കനുസരിച്ച് മശ്അറുൽ ഹറാം അവിടുത്തെ പ്രത്യേക പ്രാർത്ഥനയും കാര്യവും എല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല. ഏതായാലും അറിവുള്ളവരോട് ചോദിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുസ്ദലിഫ കഴിഞ്ഞ് നേരെ നമ്മൾ മിനയിലേക്ക് വന്നു. മിനയിലെത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ടത് എറിയുക, അറവ് നടത്തുക, മുടി മുറിക്കുക. 3-ൽ 2 ചെയ്താൽ 1-ാം തഹല്ലുൽ ആയി കഴിഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, വഅമ്മാ റംയുകൽ ബിമാർ, നീ ജംറകൾ എറിയുന്നുണ്ടല്ലോ, 3 ജംറകളിലാണ് എറിയേണ്ടത്. അതിൽ ആദ്യത്തെ ദിവസം പെരുന്നാളിന്റെ അന്ന് നിങ്ങളൊക്കെ അവിടെ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ പെരുന്നാളിന് ചോറും വെച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഹാജിമാരൊക്കെ അറഫയിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് എവിടെ? അവരൊക്കെ മിനയിൽ കല്ലേറ് നടക്കുന്ന സമയം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസത്തെ കല്ലേറ് പെരുന്നാളിന്റെ അന്ന് ഒരു സ്ഥലത്ത് മാത്രമേ എറിയേണ്ടതുള്ളൂ. ആ എറിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ? മുസ്ദലിഫയിലെ രാപ്പാർക്കുമ്പോൾ അവിടെ നിന്നാണ് എറിയാനുള്ള കല്ല് പൊറുക്കേണ്ടത്. എറിയാനുള്ള കല്ല് മുഴുവൻ ദിവസത്തേക്കും അവിടെ നിന്ന് എടുക്കാം. ഒരു ദിവസത്തേക്ക് ആദ്യത്തെ ദിവസത്തെ ഏറിന് എന്തായാലും അവിടെ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യത്തെ ദിവസത്തെ ഏറിന് വേണ്ടി എന്തായി? 1, 2, 3 ചെറിയ കടലക്കമണിയുടെ വലിപ്പത്തിലുള്ള കല്ല്, അത് 7 എടുത്തു. ഒരു 2-3 കൂടുതൽ എടുത്താൽ നല്ലതാണ്. കാരണം എന്താ? നമ്മൾ കല്ലിങ്ങനെ എടുത്ത് പിടിച്ചു എറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയപ്പോഴാണ് വേറെ ചങ്ങായി വെച്ച് കയറി നമ്മളെ കയ്യും കൂട്ടിയിട്ട് നമ്മളെ കൈ അവിടെ കല്ലവിടെ വീണു. പിന്നെ അവിടുന്ന് എടുക്കാൻ പറ്റും. 2 കാരണത്താൽ എടുക്കാൻ പറ്റൂല. 1, ഈ വീണത് നമ്മളെ കല്ലാണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അവിടുന്ന് കല്ലെടുക്കാൻ പാടുണ്ടോ? പാടില്ല. 2, ജനലക്ഷങ്ങൾക്ക് ഇടയിൽ കല്ലെടുക്കാൻ വേണ്ടി കുനിഞ്ഞേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ നാട്ടിൽ വരാൻ കൊള്ളൂല. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകൾ അപകടത്തിൽപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്ത് വേണം? നേരത്തെ തന്നെ കല്ല് അവിടുന്ന് എടുത്തു. 7 എന്തായാലും മുസ്ദലിഫയിൽ നിന്ന് എടുത്തു, ഒരു 3 കൂടുതലും. എറിയാൻ വേണ്ടിയിട്ട് നേരെ ജംറന്റെ അടുത്ത് വന്നു. അന്ന് എറിയാം. രാവിലെ തിരക്കില്ലാതെ ഏറിന് കിട്ടിയോ? അഫ്ളലായ സമയത്ത് ളുഹറിന് മുമ്പ് എറിയാൻ പറ്റിയോ? അൽഹംദുലില്ലാഹ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എറിയാൻ പറ്റിയോ? അൽഹംദുലില്ലാഹ്. രാത്രിയാണോ എറിയാൻ പറ്റിയത്? അൽഹംദുലില്ലാഹ്. അന്ന് തിക്കോ തിരക്കോ അതിനോ ക്ഷീണോ മറ്റോ ആയിട്ട് അന്ന് എറിയാൻ പറ്റിയില്ലേ? പിറ്റേന്ന് എറിയാം. അന്നും പറ്റിയില്ലേ? അതിന്റെ പിറ്റേന്ന് എറിയാം. ആളുകൾ അറിവില്ലാത്തത് കൊണ്ട് ഏറിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി മനഃപൂർവ്വം അപകടം ഉണ്ടായി പോവുകയാണ്. ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എറിയാൻ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യണം? കല്ല് ഈ കയ്യിൽ ഇങ്ങനെ കല്ല് പിടിച്ചു എറിയാൻ വേണ്ടി ആ തൂണിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് തൂണിന് എറിയണമെന്ന് അല്ല. തൂണിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ 3 ജംറ
വലുത്, ചെറുത്, അതിന്റെ ചെറുത്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. 3 ജംറകൾ. അതിൽ അവിടെ നിന്ന് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നതാണ് ജംറത്തുൽ അഖബ, ജംറത്തുൽ കുബറ എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ആദ്യത്തെ ഏറ്. ആ ഏറ് എറിയുന്ന സ്ഥലത്ത് ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് എറിയാനുള്ള കുഴി. എറിയുന്ന കല്ലുകൾ ഓരോന്നും ആ കുഴിയിൽ പോയി വീണു എന്ന് ഉറപ്പ് വരണം. ഓരോരോ കല്ലെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എങ്ങനെ പുരുഷന്മാർ കല്ലെടുത്തോടെ